യുവതിയെ കാറിൽ പിന്തുടർന്ന് ശല്യം ചെയ്ത പോലീസുകാരന് സസ്പെൻഷൻ. തൊടുപുഴയിൽ യുവതിയെ കാറിൽ പിന്തുടർന്ന് ശല്യം ചെയ്യുകയും അശ്ലീല ചേഷ്ടകൾ കാട്ടുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. കുളമാവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പെരിങ്ങാശ്ശേരി OM മർഫിയെയാണ് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ ഇയാൾക്കെതിരെ കേസെടുത്ത കരിമണ്ണൂർ പോലീസ് ഇന്നലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബുധനാഴ്ച വൈകുന്നേരം 6:15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തൊടുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയുള്ള യുവതി കരിമണ്ണൂർ പഞ്ചായത്ത് കവലയിൽ ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നുപോയപ്പോഴാണ് യുവതിയെ പോലീസുകാരനും മറ്റൊരാളും കാറിൽ പിന്തുടർന്ന് ശല്യം ചെയ്തത്. സുഹൃത്തിനെ കൊന്ന് നരബലി നടത്തിയ യുവതി പിടിയിൽ. സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് നരബലി നടത്താൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് സുഹൃത്തിനെ കൊന്ന യുവതിയും കൂട്ടാളിയും അറസ്റ്റിൽ. ഹരിയാനയിൽ നിന്നാണ് അതിക്രൂരമായ കൊലപാതകത്തിന്റെയും നരബലിയുടെയും വിവരങ്ങൾ പുറത്തുവരുന്നത്. 44-കാരനായ മഹേഷ് ഗുപ്തയുടെ മൃതദേഹമാണ് പ്രിയ എന്ന യുവതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. ഇതോടെ പ്രിയയെയും ബന്ധുക്കളായ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ നടന്നത് നരബലിയാണെന്ന് വ്യക്തമായി. ദേവി തന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നരബലി നടത്താൻ ആവശ്യപ്പെട്ടുവെന്നുമാണ് ചോദ്യം ചെയ്യലിൽ പ്രിയയുടെ വെളിപ്പെടുത്തൽ. പ്രിയ, സഹോദരൻ ഹേമന്തിന്റെ ഭാര്യ പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത്. ഒരു കടയിൽ ജോലി ചെയ്തു വരികയായിരുന്ന മഹേഷ് ഗുപ്തയെ പ്രിയയ്ക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു. അംബാല സ്വദേശിയാണ് മരിച്ച മഹേഷ്. കഴിഞ്ഞ 4 ദിവസമായി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം തന്നോട് നരബലി ആവശ്യപ്പെട്ടുവെന്നാണ് പ്രിയയുടെ വാദം. കടയിൽ നിന്ന് ചില സാധനങ്ങൾ നൽകാൻ പ്രിയയുടെ വീട്ടിൽ പോയ മഹേഷ് ഏറെ വൈകിയും വീട്ടിലെത്താതെ വരികയും ഫോണിൽ ലഭിക്കാതെ വരികയും ചെയ്തതോടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ പ്രിയയുടെ വീട്ടിൽ നിന്നും മഹേഷിന്റെ സ്കൂട്ടർ കണ്ടെത്തി. വീടിന്റെ വാതിൽ തട്ടി വിളിച്ചെങ്കിലും ആരും പ്രതികരിച്ചില്ല. വാതിൽ ചവിട്ടി തുറന്നപ്പോൾ ബോധരഹിതനായ മഹേഷിനെ വലിച്ചുകൊണ്ടുപോകുന്ന പ്രിയയെയും പ്രീതിയെയുമാണ് കണ്ടത്. മഹേഷിന്റെ കഴുത്തിൽ ഒരു തുണി കൊണ്ട് ചുറ്റിയിരുന്നുവെന്നും മഹേഷിന്റെ സഹോദരൻ പറഞ്ഞു. ഉടൻ തന്നെ മഹേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം കേസെടുത്ത് 3 അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഷോപ്പിംഗ് മാളിൽ ആക്രമണം. അക്രമി 5 പേരെ കുത്തിക്കൊന്നു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കുത്തേറ്റവരിൽ 9 മാസം പ്രായമുള്ള കുഞ്ഞുമുണ്ട്. അക്രമി എന്ന് സംശയിക്കുന്ന ആളെ പോലീസ് വെടിവെച്ചു കൊന്നു. ഭീകരാക്രമണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. സിഡ്നിയിലെ വെസ്റ്റ് ഫീൽഡ് ബോണ്ടി ജംഗ്ഷൻ മാളിലാണ് അക്രമമുണ്ടായത്. കത്തിയുമായി എത്തിയ അക്രമി മാളിലുണ്ടായിരുന്ന നിരവധി പേരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവ സമയത്ത് 100ഓളം പേരാണ് മാളിലുണ്ടായിരുന്നത്. ആക്രമണത്തെ തുടർന്ന് പലരും മാളിലെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് അഭയം തേടിയത്. ഏകദേശം 1 മണിക്കൂറോളം ജനങ്ങൾ ഇവിടെ ഒളിച്ചിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. പോക്സോ കേസ് ശിക്ഷ മരവിപ്പിക്കണമെന്ന് മോൻസൺ മാവുങ്കലിന്റെ ആവശ്യം തള്ളി. മോൻസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. ശിക്ഷാവിധി ശരിവെക്കുന്ന തെളിവുകളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ഹീനമായ കുറ്റകൃത്യമാണെന്നത് അവഗണിക്കാനാവില്ലെന്നും ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞു. പോക്സോ കേസിൽ എറണാകുളം ജില്ലാ പോക്സോ കോടതി മോൻസൺ മാവുങ്കലിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്ത് ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചെന്നാണ് കേസ്. 2019-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മോൻസന്റെ എറണാകുളത്തെ വീട്ടിലെത്തിച്ച് താമസിപ്പിച്ച് നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നു. പുരാവസ്തു കേസ് പുറത്തു വന്നതിന് പിന്നാലെയാണ് മോൻസനെതിരെ പീഡന പരാതിയുമായി പെൺകുട്ടിയുടെ അമ്മ രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ്. കേസെടുത്ത പോലീസ്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് യുവാവിനെതിരെ കേസെടുത്ത പോലീസ്. സോളിഡാരിറ്റി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നബീൽ നാസറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. നബീൽ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ളവയെ വിമർശിച്ചായിരുന്നു പോസ്റ്റ് ഇട്ടത്. വിദ്വേഷ പ്രചാരണം ഉൾപ്പെടെയുള്ള വകുപ്പുകളിട്ടാണ് പോലീസ് നബീലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അന്തസ്സ് ഹനിച്ചു, സൽപ്പേര് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചെന്നും FIR-ൽ പരാമർശമുണ്ട്.